ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വിവാഹ മണ്ഡപമാണ്. അങ്ങനെ സന്ദീപ് അനഘയുടെ കഴുത്തിലേക്ക് താലി കെട്ടാൻ ഒരുങ്ങുമ്പോൾ അനഘ ബോധം കെട്ട് താഴേക്ക് വീഴുകയാണ്. ഈ കാഴ്ച കണ്ട് എല്ലാവരും ഒരു ഞെട്ടലോടെ നിൽക്കുന്നു. തുടർന്ന് എല്ലാവരും ചേർന്ന് അനഘയെ ഒരു മുറിയിലേക്ക് കിടത്തുകയാണ്. എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി നിൽക്കാനും ഞാനൊന്ന് നോക്കട്ടെ എന്നും ഡോക്ടർ സന്ധ്യ പറയുന്നു. അങ്ങനെ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ അവന്തിക പറയുകയാണ്, നിങ്ങളെല്ലാവരും കൂടി ഇന്നീ കാണിച്ചതിന് നിങ്ങൾക്കുള്ള പണി ഞാൻ തരുന്നുണ്ട്. ഇത് കേൾക്കുന്ന സന്ധ്യ പറയുകയാണ്, നിന്നെ കാണുമ്പോഴേ നിനക്കൊരു സമ്മാനം ഞാൻ കരുതി വെച്ചിരുന്നതാ. നേരത്തെ സ്ഥലവും സന്ദർഭവും ശരിയല്ലാത്തതുകൊണ്ട് തരാൻ സാധിച്ചില്ല. അത്രയും പറഞ്ഞുകൊണ്ട് അവന്തികയുടെ കരണം പുകച്ചൊന്ന് കൊടുക്കുകയാണ് സന്ധ്യ. ഈ കളി നമുക്ക് ഇവിടെ നിർത്തിയേക്കാമെന്ന് അർച്ചന പറയുമ്പോൾ അവന്തിക പറയുകയാണ്, കളിയെ ഞാൻ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. നിന്റെയൊക്കെ മുന്നിൽ വെച്ച് തന്നെ ഞാൻ ഈ വിവാഹം നടത്തി കാണിച്ചു തരുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഡോക്ടർ പറയുകയാണ്, സന്ധ്യയോട് അവന്തിക കാണിച്ച ആ ക്രൂരതയ്ക്ക് മറുപടി തരാൻ പോകുന്നത് ഞാനായിരിക്കും. അത് പക്ഷേ ഡോക്ടറായിട്ടായിരിക്കില്ല, സന്ധ്യയുടെ ഭർത്താവായിട്ടായിരിക്കും. ആ പണിക്ക് വേണ്ടി അവന്തിക കാത്തിരുന്നോ എന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുൽ ഖാദറും സന്ധ്യയും കൂടി പുറത്തേക്ക് ഇറങ്ങുകയാണ്. തുടർന്ന് ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങുകയാണ്. എന്താ മോളെ, എന്തു പറ്റിയതാണെന്ന് സേതു ചോദിക്കുമ്പോൾ സന്ധ്യ പറയുകയാണ്, അത് പിന്നെ ആഹാരമൊന്നും കഴിക്കാതിരുന്ന് BP ലോ ആയതാ. ഇനി എന്താണെങ്കിലും ഇന്ന് വിവാഹത്തിന് ഒരുങ്ങി വരാൻ അനഘയ്ക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല. കുറച്ചു നേരം ഉറങ്ങട്ടെ, അപ്പോൾ എല്ലാം ശരിയായി വരും. തുടർന്ന് അർച്ചന അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുകയാണ്, അമ്മേ, ഇനി നിങ്ങളാരും ഇവിടെ നിൽക്കണമെന്നില്ല. അതിരെയും കൂട്ടി വീട്ടിലേക്ക് പോയിക്കോളൂ. അങ്ങനെ അവരെല്ലാവരും പോകുമ്പോൾ അനഘയ്ക്ക് കൂട്ടി നിൽക്കുകയാണ് അവന്തിക. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. ദേഷ്യത്തോടെ കണ്ണിൽ കാണുന്നതെല്ലാം തന്നെ വാരി വലിച്ചെറിയുകയാണ് അനഘ. തുടർന്ന് ഒരു തലയിണ എടുത്ത് അവന്തികയ്ക്ക് നേരെയും അനഘ എറിയുന്നു. അത് കൃത്യമായി അവന്തികയുടെ തലയിൽ തന്നെയാണ് വന്ന് കൊള്ളുന്നത്. മോളെ എന്ന് അവന്തിക വിളിക്കുമ്പോൾ അനഘ പറയുകയാണ്, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇതൊന്നും വേണ്ടെന്ന്. അപ്പോൾ എന്താ പറഞ്ഞത്, എന്ത് സംഭവിച്ചാലും എനിക്ക് സന്ദീപിനെ തരുമെന്ന്. എന്നിട്ടിപ്പോൾ എല്ലാവരുടെയും മുമ്പിൽ ഞാൻ കോമാളിയായില്ലേ. എനിക്കറിയണം എൻ്റെ ചേച്ചി എന്തിനാ എന്നോട് ഈ ക്രൂരത ചെയ്തതെന്ന്. ഞാനിത് മനഃപൂർവ്വം ചെയ്തതല്ല മോളെ, ആ അർച്ചനയും സന്ധ്യയും കൂടി എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. ഇത് കേൾക്കുന്ന അനഘ ഒരു ഞെട്ടലോടെ അവന്തികയെ നോക്കുകയാണ്. അവര് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തതുകൊണ്ടാണ് എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നതെന്ന് അവന്തിക പറയുമ്പോൾ അനഘ ചോദിക്കുകയാണ്, ചേച്ചിയെ അവരെന്തും പറഞ്ഞാൽ ബ്ലാക്ക്മെയിൽ ചെയ്തത്? അത് പിന്നെ മോളെ, അർച്ചനയും സന്ധ്യയും കൂടി ഒരുമിച്ച് വന്നപ്പോൾ എനിക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വന്നു. തുടർന്ന് അനഘ ദേഷ്യത്തോടെ പറയുകയാണ്, ആ അബദ്ധങ്ങൾ എന്താണെന്ന് ഞാൻ ചോദിക്കുന്നില്ല. അത് ചോദിച്ചാൽ ചേച്ചി പറയുമെന്നും എനിക്ക് തോന്നുന്നില്ല. ഞാൻ ചേച്ചിയോട് പലതവണ പറഞ്ഞതല്ലേ ഇതൊന്നും വേണ്ടെന്ന്. എന്നിട്ട് ഞാനിപ്പോൾ എല്ലാവരുടെയും മുമ്പിൽ നാണം കെട്ട് നിൽക്കേണ്ടി വന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കരയുകയാണ് അനഘ. ചേച്ചിയാണ് ഇതിൻ്റെ പിന്നിലെന്ന് ആദ്യം അറിഞ്ഞപ്പോൾ എനിക്ക് ചേച്ചിയോടെ ഇത്രയും നാളും ഉണ്ടായിരുന്ന ഇഷ്ടത്തിനേക്കാളും കൂടുതൽ വെറുപ്പാ തോന്നിയത്. ഇന്ന് രാവിലെ അവള് നമ്മുടെ മുഖത്ത് നോക്കിയല്ലേ പറഞ്ഞത് ഈ വിവാഹം നടക്കില്ലെന്ന്. എൻ്റെ ചേച്ചിയെ വിശ്വസിച്ച സമയത്ത് അവളെ വിശ്വസിച്ചിരുന്നെങ്കിൽ എനിക്കിന്ന് ഈ ഗതി വരില്ലായിരുന്നു. പിന്നെ ചേച്ചിയും സൂക്ഷിച്ചോ, ആരാലും തകർക്കാൻ പറ്റില്ലെന്ന് ചേച്ചി കരുതിയ ചേച്ചിയുടെ സിംഹാസനം ഇളകി തുടങ്ങിയിരിക്കുകയാണ്. ഇനി അർച്ചന ചേച്ചിയെ ഒന്ന് ചവിട്ടി താഴെയിട്ടാൽ മാത്രം മതി. അത്രയും പറഞ്ഞ് ദേഷ്യത്തോടെ നിൽക്കുകയാണ് അനഘ. പിന്നീട് കാണിക്കുന്നത് സേതുവിനെയും അർച്ചനയും സച്ചിയുമാണ്. അനഘയ്ക്ക് ഇതുവരെ ഇങ്ങനെയൊരു അസുഖമുള്ളതായി എനിക്കറിയില്ലല്ലോ എന്ന് സേതു പറയുമ്പോൾ, അതച്ചാ BP ലോ ആയിട്ട് തലകറങ്ങി വീണതാന്നല്ലേ ഡോക്ടർ പറഞ്ഞതെന്ന് സച്ചിയും പറയുന്നു. ഇത് കേൾക്കുന്ന സേതു പറയുകയാണ്, എൻ്റെ വിഷമം സന്ദീപിനെ ഓർത്തിട്ടാ. സന്ദീപിൻ്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കൊള്ളാമെന്ന് സച്ചി പറയുമ്പോൾ അർച്ചന പറയുകയാണ്, അച്ഛാ, ഇനി എല്ലാ ദോഷങ്ങളും മാറ്റിയിട്ട് മതി വിവാഹം. ചിലപ്പോൾ അവന്തികേട്ടത്തി ഇനിയും വിവാഹം നടത്താനായി നിർബന്ധം പ്രകടിപ്പിക്കും. അച്ഛൻ വേണം അവന്തികേട്ടത്തി എല്ലാം പറഞ്ഞ് മനസ്സിലാക്കാൻ എന്ന് അർച്ചന പറയുമ്പോൾ അതിനെ ശരിവെക്കുകയാണ് സേതു. പിന്നീട് കാണിക്കുന്നത് സച്ചി സന്ദീപിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ സന്ദീപ് സന്തോഷത്തോടെ പറയുകയാണ്, ഇപ്പോൾ ഞാൻ ഇത്ര സന്തോഷവാനാണെന്ന് ഏട്ടനറിയാമോ? അതേസമയം അർച്ചനയും അങ്ങോട്ടേക്ക് വരുന്നു. തുടർന്ന് സച്ചി പറയുകയാണ്, ആതിരയുടെയും സന്ദീപിൻ്റെയും വിവാഹം എങ്ങനെയെങ്കിലും നടത്തണം. അതാകും ഇനി നമ്മുടെ ലക്ഷ്യം. ഇത് കേൾക്കുന്ന സന്ദീപും അർച്ചനയും ചിരിച്ചുകൊണ്ട് സച്ചിയെ നോക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.